ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോയുടെ പരസ്യജീവിതകാലത്ത് അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് പ്രധാനമായും പറയുന്ന ഒരു തിരുവചന ഭാഗമാണിത്. ഈശോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു. ഈശോയുടെ ശിഷ്യന്മാർ 12 പേരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം കുറേയേറെ സ്ത്രീകളും വിവിധ തരങ്ങളിലുള്ള പല സ്ത്രീകൾ ഈശോയുടെ പിന്നാലെ പോകുന്നതും ഈശോയെ അനുഗമിക്കുന്നതുമായ കാര്യമാണ് ഇന്നത്തെ സുവിശേഷം. 2 പ്രാർത്ഥനാ ചിന്തകൾ നമ്മൾ ഇതിൽ നിന്ന് ഈശോ ഇന്ന് നമുക്ക് തരുന്നു. ഒന്ന്, വചനം അറിയുകയും കേൾക്കുകയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് അത് കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർ ആ വചനത്തെ അനുഗമിക്കും, വചനത്തെ ഫോളോ ചെയ്യും. അതാണ് നമ്മളിവിടെ ഈ അനുഗമിക്കുന്ന സ്ത്രീകളെ കുറിച്ച് കാണുന്നത്. വചനം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്ത ആളുകൾ അത് പിന്നീട് വെറുതെ അതിനെ വിട്ടിട്ട് പോവുകയല്ല, വചനത്തെ അനുഗമിക്കുന്നവരായി, വചനത്തെ ഉപാസിക്കുന്നവരായി മാറും. ഇവിടെ പറയുന്ന പല പേരുകൾ നമുക്ക് പരിചിതമാണ്. യാക്കോബിൻ്റെ അമ്മയായ മറിയം, മഗ്ദലനക്കാരി മറിയം, പല രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും സുഖപ്പെട്ട സ്ത്രീകൾ, അവരെല്ലാം ജീവിതത്തിൽ ഓരോ തരത്തിൽ വചനത്തെ, ദൈവശക്തിയെ അനുഭവിച്ചറിഞ്ഞവരാണ്. അവർക്ക് പിന്നീട് അതിനെ ഒഴിവാക്കിയൊരു ജീവിതമില്ല. ഇവർ നൽകുന്ന ഒരു സൂചനയും സന്ദേശവും ഇതാണ്: വചനത്തെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നവർ അത് പഠനവസ്തുവായി മാത്രം, അല്ലെങ്കിൽ കാര്യം സാധിക്കാനുള്ള ഒരു കാര്യമായി മാത്രം കണ്ടു നിർത്തേണ്ടതല്ല, മറിച്ച് ജീവിതം കൊണ്ട് അതിനെ അനുഗമിക്കേണ്ടതാണ്. നമ്മൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന വചനത്തിൻ്റെ കൂടെ പോകാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതോ അത് കേട്ടിട്ട് പോകുന്നവർ മാത്രമാണോ നമ്മളെന്ന് ആത്മശോധന ചെയ്യണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ അതിനെ അനുഗമിക്കുന്നവരാകണമെന്ന് ശ്ലീഹ ലേഖനത്തിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. 2-ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുവിശേഷ വചനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്ത്രീകളോടൊപ്പം പലരും സമ്പത്ത് കൊണ്ട് അവനെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ ഈ തിരുവചനം നൽകുന്ന ഒരു പ്രധാന ചിന്ത, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുമുള്ള ഒരു കാര്യമാണ് സമ്പത്ത്. സമ്പത്ത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നും സുവിശേഷം വിലമതിക്കുന്ന ഒരു കാര്യമാണെന്നു കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കും. ചിലർ ചോദിക്കും, ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് നേരിട്ട് പണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദൈവം മഹത്വപ്പെടുന്ന ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ നടക്കുന്നതിന് നമ്മുടെ പണം ഉപയോഗിക്കാവുന്നതാണ്. ഒരു പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു നല്ല ദേവാലയം പണിയുന്നതിന് ആവശ്യമായിരിക്കാം. നമ്മുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ ബലിക്കായി കാഴ്ചകളും മറ്റു വസ്തുക്കളും ഒക്കെ കൊടുത്തിരുന്നു. ഇന്ന് അതിന് തത്തുല്യമായ രീതിയിൽ ഒരു പണം നേർച്ചയായി നൽകുകയാണ്. അത് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു സൂചനയാണ്. ദൈവം നമ്മളിൽ നിന്ന് കിട്ടുന്ന ആ പണം വാങ്ങി എന്തെങ്കിലും ഉടനെ അതുകൊണ്ട് ചെയ്യുന്നു എന്നല്ല. ഒരു പക്ഷേ നമ്മൾ ദേവാലയത്തിൽ ദൈവ നിയോഗത്തിൽ കൊടുക്കുന്ന ആ പണം ദൈവിക ശുശ്രൂഷകൾക്കായി ഉപയോഗിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പണത്തിന് ദൈവികമായ ഒരു തലവും ഒരർത്ഥവും കൂടി വരികയാണ്. നമ്മുടെ സമ്പത്ത് ദൈവത്തെ ശുശ്രൂഷിക്കാൻ കൂടി നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷം നൽകുന്നു. ഈ 2 ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം. ആമേൻ.